ദൈവം നമ്മളോട് കാണിച്ച മഹാകരുണ. നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവം നമ്മുടെ പാപങ്ങൾ, നമ്മുടെ അകൃത്യങ്ങൾ നമ്മളോട് ക്ഷമിച്ചുകൊണ്ടാണ് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. നമ്മൾ ദൈവസന്നിധിയിൽ പാപികൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമുക്ക് വലിയൊരു കടമുണ്ട്. നമ്മുടെ കുറേ പാപങ്ങൾ വലിയൊരു കടവുമായിട്ടായിരുന്നു ദൈവസന്നിധിയിൽ. പക്ഷേ ദൈവം നമ്മളോട് മനസ്സലിഞ്ഞ്, ദൈവം നമ്മളോട് കരുണ കാണിച്ച് നമ്മുടെ ആ വലിയ കടത്തെ അങ്ങ് നീക്കിക്കളഞ്ഞു. അത് പേ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് നീക്കിക്കളഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നെല്ലാവരും നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. എത്ര പേർക്ക് ആ ഒരു സന്തോഷമുണ്ട്, എത്ര പേർക്ക് ആ ഒരു പ്രാഗൽഭ്യമുണ്ട്, ദൈവം എൻ്റെ കടങ്ങൾ തീർത്തോണ്ടാണ് ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നതെന്ന്. ഇന്ന് ശുശ്രൂഷിക്കാൻ ദൈവാത്മാ എൻ്റെ ഉള്ളിൽ തന്ന ഒരു വചനം എന്ന് പറയുന്നത്, ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു നമ്മുടെ വലിയൊരു കടം നീക്കി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രീ ആയി. പക്ഷേ നമുക്കൊരു കാര്യമുണ്ട്. നമ്മുടെ ഇത്രയും വലിയ പാപവും ഭാരവും നീക്കിക്കൊണ്ട് ഇപ്പം നമ്മുടെ ബന്ധങ്ങളിൽ നമ്മുടെ പരസ്പരമായിട്ടുള്ള ബന്ധങ്ങളിൽ നമുക്ക് മറ്റുള്ളവരോട് ഈ ഒരു ഭാരമുണ്ടാകാൻ പാടില്ല. ഓക്കെ, ദൈവം നമ്മുടെ പാപം ക്ഷമിച്ചുകൊണ്ട് നമ്മൾ ഒത്തിരി സന്തോഷമാണ്, നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുക നമ്മുടെ കടം ദൈവം നീക്കി. നമ്മൾ മത്തായി 18 അതിൻ്റെ 21 മുതലുള്ള വാക്യം. ഒരിക്കൽ പത്രോസ് യേശുവിനോട് ചെന്ന് ചോദിക്കുക, ഒരു ന്യായമായ ചോദ്യം ചോദിക്കുക. ഞാൻ എത്ര പ്രാവശ്യം എൻ്റെ സഹോദരൻ എന്നോട് പാപം ചെയ്യുമ്പോൾ ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? അങ്ങനെ ഒരു ചോദ്യം, ഒരു ന്യായമായ ചോദ്യം. ഇപ്പോൾ പിള്ളേരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കത്തില്ലേ, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതാ റൈറ്റ് ആയിട്ടുള്ളത്? പത്രോസ് ഒരു നല്ല ഉദ്ദേശത്തോടെ യേശുവിനോട് വന്ന് ചോദിച്ചു, ഒന്ന് പറയാമോ എത്ര പ്രാവശ്യം ക്ഷമിക്കാം? അപ്പോൾ പത്രോസ് ശരിക്കും പറഞ്ഞാൽ, ഞാൻ ചിന്തിക്കുന്ന പത്രോസ് ഒരു നമ്പർ വിചാരിച്ച് കാണും. ഓക്കെ, നീ ഇത്ര പ്രാവശ്യം ക്ഷമിച്ചോ, അതാ ഒരു ന്യായം, ഇതിൽ കഴിഞ്ഞാൽ ക്ഷമിക്കാനൊന്നും പോകണ്ട. ചിലപ്പോൾ ആ ഒരു ചിന്തയിലായിരിക്കും പത്രോസ്, ആ ഒരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും പത്രോസ് ഒരു എണ്ണം ചോദിച്ച് എത്ര പ്രാവശ്യം ക്ഷമിക്കണം. നമുക്കെല്ലാവർക്കും പല ന്യായങ്ങളുണ്ട് നമ്മളെപ്പോഴും നമ്മുടെ സൈഡ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് കേട്ടപ്പോൾ ഐ എന്നുള്ള അക്ഷരം എങ്ങനെ നേരെ നിവർന്ന് നിൽക്കുക ഐ. അപ്പം എനിക്ക് സങ്കടമായി, എനിക്ക് ഹേർട്ടായി, എൻ്റെ കാര്യങ്ങൾ നേരെ നിവർന്ന് നിന്ന പറയുന്നത്. അതിലൊരു നമ്മൾ വീഴ്ചയും പറയത്തില്ല, എനിക്ക് അവർ പറഞ്ഞത് ഹേർട്ടായി എനിക്ക് ഉണ്ടായ ദുഃഖങ്ങൾ, നമ്മുടെ കാര്യം ഒരിക്കലും താത്ത് പറയത്തില്ല. അപ്പം പത്രോസ് ഇവിടെ ചോദിക്കുന്നത്, ഞാൻ ഒരാളോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം അപ്പം കർത്താവ് പറഞ്ഞ മറുപടി പത്രോസ് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത മറുപടിയാണ്. കർത്താവ് ഇപ്പോൾ അതിൽ ചുരുക്കി പറഞ്ഞാൽ കർത്താവ് പറയുന്നത്, യു ഷുഡ് ബി ഓൾവേസ് വില്ലിങ് ടു ഫോർഗിവ്. നീ എപ്പോഴും ക്ഷമിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന മനോഭാവം വേണം. പ്രിയ ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം ഈ ഐ പൊങ്ങി നിൽക്കുന്ന ഒരു ജീവിതമല്ല. പക്ഷേ ഈ ഐ മറിച്ച് അതൊന്ന് ചരിഞ്ഞ് ഒന്ന് കേർവായി ക്രൈസ്റ്റ് നമ്മുടെ ഈ നിവർന്ന് നിൽക്കുന്ന ഐ അതൊന്ന് താഴെയാക്കി അതൊന്ന് കുനിഞ്ഞ് ക്രിസ്തു നമ്മളിൽ കൂടെ വെളിപ്പെടുന്നത്, റിവീലാകുന്ന ക്രിസ്തു നമ്മൾ ഉയരുന്നതാണ് ക്രിസ്തീയ ജീവിതം. ആമേൻ. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്, ഞാൻ ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ, ഇത്രയൊക്കെ ക്ഷമിച്ചു കഴിയുമ്പോൾ എൻ്റെ ഭാഗം ശരിയായി, അത് മതിയെന്നുള്ള ചിന്തയിൽ പത്രോസിനെ പോലെ നമ്മളും പ്രാർത്ഥനയിലും നമ്മുടെ മനോഭാവത്തിലും ദൈവത്തോട് വാക്കുകളില്ലാതെ ദൈവത്തോട് പറയുന്നുണ്ട് നമ്മൾ, കർത്താവേ ഞാൻ ഇത്രയൊക്കെ ക്ഷമിച്ചില്ലേ. നമ്മൾ ചിലപ്പം ഡയറക്റ്റായിട്ട് പറയുന്നില്ലായിരിക്കും, പക്ഷെ നമ്മൾ അതാ ഉദ്ദേശിക്കുന്നത് ഇത്രയൊക്കെ ക്ഷമിച്ചില്ലേ, ഇത്രയും ക്ഷമിച്ചാൽ പോരെയോ എന്നുള്ള ധ്വനി നമ്മുടെ വാക്കുകളിലും മനോഭാവത്തിലും ജീവിതത്തിൻ്റെ സാഹചര്യത്തിലും വെളിപ്പെടുന്നുണ്ട്. പക്ഷേ ദൈവാത്മാ നമ്മളോട് സംസാരിക്കുന്നു, നീയല്ല ഇതിൽ പ്രധാനം. നിനക്ക് ഇത്ര ക്ഷമിച്ചിട്ട് അത് പിന്നെ ക്ഷമിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അതല്ല. നീ പൊടിയോളം താഴണം. നമ്മൾ ചാകാൻ വേണ്ടിയ വില്ലിങ്നെസ് ടു ഡൈ, നമ്മൾ താഴാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഈ ക്രിസ്തീയ ജീവിതത്തിലോട്ട് വിളിച്ച്. ആമേൻ. ഈ ഗോതമ്പ് മണി നിലത്ത് വീഴാതെ, അത് ചാകാതെ അതിൽ നിന്നൊരു ഫ്രൂട്ട് ഉണ്ടാകുന്നില്ല. പ്രിയ ദൈവമക്കളെ, നമ്മൾ ശ്രേഷ്ഠരാ, നമ്മൾ ക്രിസ്തുവിൽ ശ്രേഷ്ഠരാ. വി ആർ ഗ്രേറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. പക്ഷേ നമ്മുടെ കോളിംഗ്, നമ്മുടെ ഒരു വലിയ വിളിയിലോട്ട് ഗോഡ് ഹാസ് കോൾഡ്, ഒരു വലിയ വിളിയിലോട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ വിളി എന്തുവാ? ക്രിസ്തു നമ്മളിൽ റിഫ്ലക്റ്റ് ആകണം. നമ്മളെ ശ്രേഷ്ഠരായിട്ടാണ് ദൈവം കണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഞാനെന്ന ഭാവം അല്ല മുന്നോട്ട് നിൽക്കേണ്ടിയേ. ആ ഒന്ന് ചത്ത്, അതായത് നീ എന്ന ഭാവം ഇപ്പം എല്ലാവർക്കും അവരവർക്കറിയാം എത്രയുണ്ടെന്ന് നമ്മളിപ്പം വേറെ ആരെയും ചിന്തിക്കേണ്ട, അവരവരെ തന്നെ ചിന്തിക്കുക. നമുക്ക് നന്നായിട്ട് അറിയാം നമുക്ക് ഞാനെന്ന ഭാവം എത്ര ഉണ്ടെന്ന്.
ദൈവാത്മാവ് നമ്മളോട് ഇടപെടുന്ന ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത് ആ ഞാനെന്ന ഭാവം അതൊന്ന് വളഞ്ഞ് അതൊന്ന് പൂർണ്ണമായി താന്ന് പൂർണ്ണമായി ചത്ത് പത്രോസിനെ പോലെ ചോദിക്കാനല്ല, കർത്താവെ എത്ര പ്രാവശ്യം. പത്രോസ് അവിടെ ഒരു മറുപടി പ്രതീക്ഷിച്ച് കാണും, നീ ഇത്ര പ്രാവശ്യമായാൽ അത് ശരിയാകും, അല്ലെ ഇത്ര മതി. പക്ഷേ ദൈവാത്മാവ് നമ്മളോട് ഇടപെടുന്നത് ചാകുവോളം. ദൈവാത്മാവ് ആ ഒരു വിളിയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ചാകണം, നമ്മൾ കുറയണം, നമ്മൾ ആ പൊങ്ങി നിൽക്കുന്ന ആ ജഡ മനുഷ്യൻ പൂർണ്ണമായി ചാകണം. സുവിശേഷത്തിലും ലേഖനത്തിലും പറയുന്നത് കൺസിഡർ യുവർ സെൽഫ് ഡെഡ് ടു സിൻ ഇല്ലേ. മരിച്ച ഒരാൾ പ്രതികരിക്കുമോ? മരിച്ച ഒരാൾ ഒരു ഡെഡ് ബോഡി കിടക്കുന്ന പ്രതികരിക്കുമോ? ഇല്ല, പ്രതികരിക്കത്തില്ല ഇല്ലേ. ജീവിത സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും റിയലൈസ് ചെയ്യുന്നത് ഇപ്പോഴും മരിച്ചിട്ടില്ലെന്ന് ഇല്ലേ. സാഹചര്യം വരുമ്പോൾ എവിടുന്ന് ആ ദേഷ്യം വരുന്നതെന്ന് അറിയത്തില്ല, എങ്ങനെയൊക്കെയോ അങ്ങ് ദേഷ്യം വന്ന് പലതിനോട് റിയാക്ട് ചെയ്ത് പോവുക. പക്ഷേ പ്രിയ ദൈവമക്കളെ, ക്രിസ്തുവിൽ ദൈവം നമ്മുടെ വലിയൊരു കടമെന്ന് പറഞ്ഞാൽ അത് വേറെ ആർക്കും ഒഴുക്കിക്കളയാൻ പറ്റാത്ത, ഒരു പമ്പയാറിലും എങ്ങും കൊണ്ട് കഴുകാൻ എങ്ങും കൊണ്ട് നീക്കാൻ പറ്റാത്ത വലിയൊരു കടം. ഈ പൈസയുടെ കടമല്ല, അതിലും വലിയൊരു പാപത്തിൻ്റെ ആ ഒരു കടം ദൈവം ആഴക്കടലിലെടുത്ത് എറിഞ്ഞു. ആ ഭാരം നീക്കിയ നമുക്ക് എന്തേലും യോഗ്യതയുണ്ടോ മറ്റുള്ളവരോട് ഈ ഭാരം വെക്കാൻ? ദൈവാത്മാ നമ്മളോട് വ്യക്തമായിട്ട് ഈ കാര്യം ഇടപെടുന്നു. ദൈവം നമ്മുടെ ഒരു ഭാരം, വലിയൊരു ഡെപ്റ്റ്, വലിയൊരു കടം ആ ആഴക്കടലിൽ തള്ളിയിട്ടെങ്കിൽ നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട് ഒരു അല്പം പോലും കടം, അല്പം പോലും ഒരു ബാധ്യത അല്ലെ ആ ഒരു ദേഷ്യം വെക്കാൻ യാതൊരു അവകാശവും ഇല്ല. ആമേൻ. പത്രോസിൻ്റെ കൂട്ട് ചിലപ്പോൾ നമ്മൾ നല്ല മിടുക്കരായിട്ട് ദൈവത്തോട് ചോദിക്കുന്നുണ്ടായിരിക്കും, കർത്താവെ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? പത്രോസ് ഒരു മിടുക്കനായിട്ട് ചോദിക്കുക, കർത്താവെ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 മതിയോ? 7 ഒരു പൂർണ്ണതയുള്ള സംഖ്യയായിട്ടൊക്കെ ചിന്തിച്ച് ചോദിക്കുക, 7 മതിയോ? പക്ഷെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, നമ്മൾ ക്രിസ്തുവിൽ പൂർണ്ണരായി, നമ്മൾ ക്രിസ്തുവിൽ ആ തികഞ്ഞവരായി നിൽക്കണമെങ്കിൽ ഈ കണക്കും കൊണ്ടൊന്നും ദൈവസന്നിധിയിൽ പോകണ്ട. നീ കഴിഞ്ഞ കാലങ്ങളിൽ ക്ഷമിച്ച കണക്കുകളൊന്നും ദൈവസന്നിധിയിൽ പറയണ്ട, ദൈവത്തിന് അതറിയാം. ദൈവാത്മാവ് പറയുന്നു, കർത്താവ് ഈ വചനത്തിൽ കൂടെ നമ്മളോട് പറയുന്ന 7 അല്ല 70 times 7, അതായത് ഒരു നമ്പർ ഇല്ലാത്തവണ്ണം നീ ക്ഷമിക്കാൻ എപ്പോഴും തയ്യാറാകണം. അതാ ദൈവാത്മാ നമ്മളോട് ഇന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ആ ഒരു പാരബിൾ അതൊന്ന് വായിക്കാം, മത്തായി 18 അതിൻ്റെ 21 മുതൽ. ഈ വചനത്തിൽ കൂടെ ദൈവാത്മാ നമ്മളോട് ഇടപെടുന്ന ചില മേഖലകൾ ദൈവം നമ്മളോട് ക്ഷമിച്ചത് ഓർക്കണം. പ്രിയരെ, ചിലപ്പം ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിച്ച ചില സാഹചര്യങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരിക്കും, അങ്ങനെ തന്നെ പറഞ്ഞു, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഇന്ന വ്യക്തി കാരണമല്ല ഇതെല്ലാം സംഭവിച്ചത്, എന്നാലും ഇങ്ങനെ പറയേണ്ടിയുണ്ടായിരുന്നോ? ഇതെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തകൾ കാണും. നമ്മളോട് തന്നെ നമ്മളൊരു വ്യക്തിമാണ്, ഞാനിതിന് ഇരയായി, ഇവരെന്നോട് ഇങ്ങനെ ചെയ്ത്, ഇത് അങ്ങനെ ഒരു ചിന്ത കണ്ട് പക്ഷെ നമ്മൾ അവരോട് ക്ഷമിക്കാതിരിക്കുന്നത് ദൈവവചനം പറയുന്നത് ദുഷ്ടദാസൻ വിക്കഡ് മാൻ എന്ന ദൈവവചനം പറയുന്നത്. പ്രിയരെ, ദൈവം നമ്മളോട് വ്യക്തമായിട്ട് ഇടപെടുന്നു. നമ്മൾ ആ ക്ഷമിക്കാനുള്ള കടം തീർത്തില്ലെങ്കിൽ നമ്മളും ദുഷ്ടത പ്രവർത്തിക്കുന്നവരാ. ചെയ്തതുപോലെ നമ്മൾ ഈ നരകയോഗ്യമായി തീരുവാ ചെയ്യുന്നത്. ദൈവാത്മാ നമ്മളോട് സംസാരിക്കുന്ന ക്ഷമിക്കാനുള്ള മേഖലകൾ ഒരു കൂമ്പാരം പോലെ കാണുമായിരിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടും പറയാത്ത ചില മേഖലകൾ കാണുമായിരിക്കും ക്ഷമിക്കാനുള്ളത്. എന്നാൽ ഈ സമയം, ഈ ഒരു അവസാനത്തെ ന്യൂ ഇയർ ഈ സൺഡേയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് കീഴ്പ്പെട്ട് ചിലരോട് ക്ഷമിക്കുവാൻ, ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ, ആരോടും കാണിക്കാനല്ല, ആരോടും ഒരു ബാഹ്യമായിട്ടുള്ളൊരു ക്ഷമയല്ല, ബാഹ്യമായിട്ടൊരു പ്രകടനമല്ല, ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ ഈ സമയത്ത് തീരുമാനം എടുക്കുവാൻ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കും? എനിക്ക് എന്നാലും അന്ന് ചെയ്തുള്ളൂ, ഇത് മുറുകെ പറ്റുവാൻ ആ വിട്ട് കളയാൻ പാടാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മതി, നിങ്ങളുടെ കടഭാരം തീർത്ത ആ യേശുവിനെ ഒന്ന് ധ്യാനിക്കണം. പലപ്പോഴും നിന്റെ കടഭാരം തീർത്ത ആ ഒരു കാര്യം മറന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് മറ്റുള്ളവരുടെ ആ ഒരു കാര്യം വരുമ്പോൾ പ്രതികരിക്കാൻ പോകുന്നത്. എന്നാൽ ആ ക്രൂശിൻ്റെ ചുവട്ടിലൊന്ന് ധ്യാനിച്ചാൽ യേശു ചെയ്ത നിന്റെ ആ വലിയ ഭാരം, ശരിക്കും ആ കടഭാരം, ദൈവം തീർത്ത നിന്റെ കടഭാരം മറന്നു പോകുന്നതുകൊണ്ടാണ് നീ മറ്റുള്ളവരുടെ ആ ഒരു നിന്നോട് പാപം ചെയ്യുമ്പോൾ നീ അതിൽ പ്രതികരിക്കാൻ പോകുന്നത്. എന്നാൽ അതൊന്ന് ചിന്തിച്ചാൽ, ഈ സമയത്ത് അതൊന്ന് ധ്യാനിച്ചാൽ, ദൈവം എത്ര വലിയ കടമാ തീർത്തത്, ദൈവം എത്ര ഒരു നമ്മൾ ശിക്ഷായോഗ്യരായ ആ കടം തീർത്ത് ആ ആഴക്കടലിൽ തെള്ളിയിട്ട് ആ പാപങ്ങളെല്ലാം അതൊന്ന് ഓർത്താൽ നമുക്ക് ആ ഞാനെന്ന ഭാവം ഒന്ന് ഉടയണം.
ഞാനെന്ന ഭാവം എനിക്ക് ഹേർട്ടായി, എനിക്ക് അത് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി. എനിക്ക് ഇതെന്താ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നത് ഇല്ലേ, എനിക്കെന്താ? പക്ഷേ ക്രിസ്തു നമ്മളോട് മനസ്സലിഞ്ഞവരാ ദൈവമക്കളെ, പ്രിയ ദൈവമക്കളെ. കർത്താവ് നമ്മളോട് മനസ്സലിഞ്ഞതാ. ദുഷ്ടരും പാപികളുമായ അകൃത്യങ്ങൾ നിറഞ്ഞ നമ്മളോട് കർത്താവ് മനസ്സലിഞ്ഞ് ആ കടം നീക്കിയതാ. നിനക്ക് നിന്റെ കടം ഒരിക്കലും തന്നെ വീട്ടാൻ കഴിയത്തില്ല. സ്വർഗരാജ്യത്തിൽ ക്രിസ്തു യേശുവിൽ കൂടെ അല്ലാതെ പോകാൻ കഴിയത്തില്ല. യേശു മനസ്സലിഞ്ഞ് നമ്മുടെ ആ കടം നീക്കിയെങ്കിൽ വലിയൊരു ഭാരം, വലിയ പാപം, ആരോടും പറയാൻ പറ്റാത്ത പോലും പാപത്തിൻ്റെ എണ്ണങ്ങൾ ചെയ്ത നമ്മളോട് ദൈവം കരുണ കാണിച്ചെങ്കിൽ, നീ ആ ഒരു വ്യക്തി പറഞ്ഞ ചെറിയ വാക്ക് പിടിച്ചാണോ നിൽക്കുന്നത്? നീ ആ ചെറിയ നടന്ന സാഹചര്യം പിടിച്ചാണോ നിൽക്കുന്നത്? അതാണോ നിന്നെ ഇത്ര അലട്ടുന്നത്? ആമേൻ. ദൈവാത്മാ നമ്മളോട് വ്യക്തമായിട്ട് ഇടപെടുന്നു. ആ ഒരു ചെറിയ സാഹചര്യം, ആ വ്യക്തി പറഞ്ഞ വാക്ക്, ആ വ്യക്തി പറഞ്ഞ സാഹചര്യം, ആ ഉണ്ടായ സാഹചര്യമാണോ നിന്നെ ഇത്ര അങ്ങ് പിടിച്ചു നിർത്തുന്നത്? ആമേൻ. ദൈവാത്മാ പറയുന്ന അത് വിട്ടുകള കേട്ടോ, അത് വിട്ടുകള. ദൈവാത്മാ ശക്തമായിട്ട് ഇടപെടുന്ന അത് വിട്ടുകള. ബിക്കോസ് ദൈവം നിന്റെ പാപം ക്ഷമിച്ചത്. നീ ഇത് പിടിച്ചോണ്ടിരുന്നാൽ നിനക്കിത് ദോഷമായി നരകയോഗ്യമായി തീരും. അതുകൊണ്ട് വിട്ടുകളയാൻ ദൈവാത്മാ ഓർപ്പിക്കുന്നു. വേറൊന്നും ചെയ്യേണ്ട. ആ വ്യക്തിക്കുള്ള കറുത്ത 1 പത്രോസി പറയുന്നു, നേരോട് വിരിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ കാര്യം ഭരമേൽപ്പിക്കുക. നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാണ്. ഇഫ് someone has done you wrong, നിങ്ങൾക്ക് ഒരാൾ അനീതിയായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചാൽ മതി. ദൈവം അത് നീതിയോട് ചെയ്തോളും. എന്നാൽ നമ്മുടെ മനോഭാവം ക്രിസ്തുവിൽ കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ, പിതാവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ, ക്രിസ്തുവിൽ എങ്ങനെ ക്ഷമിച്ച്? പൂർണ്ണമായിട്ടല്ലേ ക്ഷമിച്ചത്? ഒന്ന് ഓർത്തു നോക്കിയ, കർത്താവ് നമ്മുടെ പാപങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിച്ചായിരുന്നെങ്കിൽ, നീ അതൊക്കെ ചെയ്തതാ, ഒരു വട്ടം ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി, നമ്മൾ തകർന്നു പോകത്തില്ലേ ഇല്ലേ? ക്രിസ്തുവിൽ നമ്മളോട് എങ്ങനെ കർത്താവ് ക്ഷമിച്ചത്? ഒരു സ്ലേറ്റിൽ മായ്ച്ചു കളയുന്ന പോലെ, അതിൻ്റെ ഒരു ഹിന്റ് പോലും ഇല്ലാതെ, ആർക്കും കാണാത്ത വണ്ണം പൂർണ്ണമായിട്ട് മായ്ച്ചു കളഞ്ഞില്ലേ? പൂർണ്ണമായിട്ട് മായ്ച്ചു കളഞ്ഞ ദൈവത്തിന് മുമ്പിൽ നിനക്ക് വന്ന് അതിൽ ഓർക്കണം, നമ്മൾ ഭയങ്കര അതൊരു സിമ്പതിയായിട്ട് എടുക്കുക. ഞാൻ ഇതിന് ഇരയായി, എനിക്കിതൊക്കെ സംഭവിച്ചു. പക്ഷെ നമ്മൾ ഓർക്കണം, നമ്മുടെ അഹങ്കാരമാണ് നമ്മളെ അതേ പറയുമാറാക്കുന്നത്, നമ്മുടെ ഉന്നത ഭാവമാണ്. നമ്മൾ ആരാണ്? നീ ആരാണ്? നമ്മൾ അതങ്ങനെ ചിന്തിക്കാൻ, എനിക്കിതൊക്കെ വന്നെന്ന് ചിന്തിക്കാൻ നമ്മൾ ആരാണ്? പ്രിയരെ, കർത്താവ് നമ്മളോട് മനസ്സലിഞ്ഞോണ്ടല്ലേ നമ്മളിവിടെ ആയിരിക്കുന്നത്. കർത്താവ് നമ്മളോട് കരുണ കാണിച്ചോണ്ടില്ലേ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടത്. നമുക്ക് വേറൊരാളുടെ പാപം നമ്മളോട് ചെയ്ത് അത് ഇത്ര ചോദിക്കാൻ മാത്രം എന്തോ ഉള്ളു? നമുക്ക് ചോദിക്കാൻ അധികാരമുണ്ടോ? ഇല്ല, നമുക്കത് ചോദിക്കാൻ ഒരു അധികാരവും ഇല്ല. ഒരാൾ നിന്നോട് തെറ്റ് ചെയ്തെങ്കിൽ അത് എന്നോട് എന്തിനാ ചെയ്ത് അങ്ങനെ ചോദിക്കാൻ പോലും നമുക്ക് ഒരു അധികാരമില്ല. കാരണം നമ്മൾ മഹാപാപികളും അഴുക്കും ദുഷ്ടതയും നിറഞ്ഞ അഴുക്ക് നിറഞ്ഞ നമ്മളെ കർത്താവ് ക്ഷമിച്ച് അവൻ്റെ രാജ്യത്തിലാക്കി അഡോപ്റ്റ് ചെയ്തെന്ന ഇല്ലേ, പുത്രന്റെ രാജ്യത്തിലാക്കി. ആ കുടുംബത്തിൽ ഒരു യോഗ്യതയില്ല, കുടുംബത്തിലെ അംഗമേ അല്ല, എവിടോ കിടന്ന ഓർഫൺ, എവിടോ കിടന്ന ശത്രുവിന്റെ രാജ്യത്തിലാക്കിയ നമ്മളെ പുത്രന്റെ രാജ്യത്തിലോട്ട് മക്കളായിട്ട് അഡോപ്റ്റ് ചെയ്ത ഇപ്പൊ അഡോപ്റ്റ് ചെയ്ത് കയറി വന്നിട്ട് നമ്മൾ വലിയ ആളാകുക. അങ്ങനല്ല ദൈവമക്കളെ. ദൈവം നമ്മളോട് കരുണ കാണിച്ചതുപോലെ, ക്രിസ്തുവിൽ നമ്മുടെ പാപം ക്ഷമിച്ചതുപോലെ, ക്രിസ്തു നമ്മളോട് എത്രമാത്രം പേഷ്യൻ്റ് ആയിരുന്നു ഇല്ലേ, നമ്മളോട് എത്രമാത്രം ക്ഷമ കാണിച്ച്, ആ ക്ഷമ കാണിച്ചതുപോലെ നമുക്ക് നമ്മുടെ സഹോദരങ്ങൾ, അത് കുടുംബത്തിലാകാം, കുടുംബ ബന്ധത്തിലാകാം, സഭയ്ക്കകത്താകാം. കുടുംബം ഏറ്റവും ഒരു സ്മോളസ്റ്റ് യൂണിറ്റാണ്. പല കുടുംബങ്ങൾ കൂടി വരുമ്പോൾ സഭയാകുന്നു. സഭയ്ക്കകത്താകാം, ഒരു സമൂഹത്തിലാകാം, നിങ്ങളുടെ ബന്ധുമിത്രാദികളാകാം, ആരൊക്കെ ആയിക്കോട്ടെ. ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ എക്സാക്റ്റ് പേഴ്സൺ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട് ഇല്ലേ, ആ പറഞ്ഞ സാഹചര്യവും വരുന്നുണ്ട്. ദൈവത്തിന് ഇതെല്ലാം അറിയാം. ആ സാഹചര്യം, ആ പറഞ്ഞ വ്യക്തിയോട് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു നന്മ, ആ ഒരു ക്ഷമയൊന്ന് ഓർത്താൽ മതി. ദൈവം അതിനുള്ളൊരു ബലം തരും. ഇന്ന് ആ ഒരു ബന്ധനം, നിങ്ങളെ കെട്ടിയിരിക്കുന്ന അത് അഴിയുവാൻ ദൈവാത്മാവ് അതിനെ സഹായിക്കട്ടെ. അത് അഴിയണം. അതിനുവേണ്ടി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അത് നിങ്ങളെ ഇനിയും പിടിച്ചു വെക്കാൻ ഇടയാകല്ലേ. ഇവിടെ പറയുന്നു, ആ ഒരു ദാസനെ പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ പറഞ്ഞു ഇല്ലേ, അതൊരു ബന്ധനത്തിലേക്കാകുക. നമ്മൾ ഓർക്കണം, നമ്മൾ ക്ഷമിക്കാതിരിക്കുന്നതുകൊണ്ട് മറ്റേ ആൾക്കൊരു ബന്ധനവും ഇല്ല, മറ്റേ ആൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മളാണ് ഒരു ബന്ധനത്തിലാകുന്നത്. ദൈവാത്മാവ് വളരെ കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. നമ്മുടെ മുമ്പാകെ സമയം അധികമില്ല ഇല്ലേ, നമുക്കിത് നാളത്തേക്ക് മാറ്റി വെക്കാനോ എന്നാ ഇത് പിന്നത്തേക്കാട്ടോ ഒരു 5 വർഷം കൂടെ കഴിഞ്ഞിട്ട് ഇതൊന്നും പറയാൻ നമ്മുടെ അടുത്ത് സമയം ഒട്ടുമില്ല. രാത്രി കഴിഞ്ഞിരിക്കുന്നു, പകലോട് അടുത്തിരിക്കുന്നു ഇല്ലേ, രാത്രി കഴിഞ്ഞ് പകലോട് അടുത്തിരിക്കുന്നു നീതി സൂര്യൻ ആ സൂര്യൻ ഉദിച്ച് പൂർണ്ണതയോടെ വന്നുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വരവ് ഏത് സമയത്തും ആകാം. അതുകൊണ്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് ആ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ദൈവാത്മാ ഓർപ്പിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് പറ്റുന്നില്ലെങ്കിൽ അതൊന്ന് കർത്താവിനോട് ഏറ്റുപറ. കർത്താവെ, ഈ കാര്യം ചെയ്യണമെന്നാ, ഇതാ ശരി, എനിക്ക് ക്ഷമിക്കണമെന്നാ, പക്ഷെ എനിക്ക്
എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അതൊന്ന് ഏറ്റു പറഞ്ഞാൽ കർത്താവ് അതിനുള്ള കൃപ തരും. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സമാധാനം തരും. ഒരു ഫ്ലഡ് പോലെ, ഒരു പ്രളയം പോലെ നിങ്ങളുടെ ഉള്ളത്തിൽ സമാധാനത്താൽ ദൈവം നിറയ്ക്കും. നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നത്? നീതിയായിട്ട് ചെയ്യുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്താൽ പിന്നെ ഭാരപ്പെടേണ്ട ഒരാവശ്യവുമില്ല, ഇല്ലേ? ദൈവം നീതിമാനാ, ദൈവം സിംഹാസനത്തിൽ വസിക്കുന്നവനാ. അനീതിയായിട്ട് ഒന്നും നടക്കത്തില്ല. നിങ്ങളുടെ എതിരെ കുറ്റം ചെയ്ത് അത് നീതിയായിട്ട് കാര്യം ചെയ്യാനുള്ള ദൈവം ചെയ്തോളും. നിങ്ങൾ ആ റോൾ എടുക്കേണ്ട, ദൈവത്തിന്റെ റോൾ എടുക്കേണ്ട, ദൈവം നീതിയായിട്ട് ചെയ്യാനുള്ള ചെയ്തോളും. അവന്റെ കരങ്ങളിൽ എല്ലാ ഭാരവും ഏൽപ്പിച്ച് ഇന്ന് ക്ഷമിക്കുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒന്ന് തീരുമാനിക്കാമോ? എനിക്ക് ഇന്ന വ്യക്തിയോട്, ഇന്ന സാഹചര്യത്തോട് എനിക്ക് ക്ഷമിക്കണം. എനിക്ക് ഇനി അവരെ കുറ്റം പറയണ്ട, എന്നെ കുറ്റം പറയണം. ഞാൻ ആ കർത്താവെ ക്ഷമിക്കാത്ത, ഞാൻ ആ ബന്ധനത്തിൽ, എനിക്ക് ആ വിടുവിക്കപ്പെടേണ്ടി. അവന്റെ കാര്യം ദൈവം നോക്കിക്കോളും, ഇല്ലേ? അതൊന്നും നോക്കണ്ട, നീ അവനെ നന്നാക്കാൻ നോക്കണ്ട. പലപ്പോഴും നമ്മുടെ ടെൻഡൻസി, അയ്യോ അവന് ശരിയല്ലല്ലോ, അവനെ ഒന്ന് ശരിയാക്കണമല്ലോ, അതാ നമ്മുടെ ടെൻഡൻസി. പക്ഷേ ഈ അവനെ ശരിയാക്കാൻ പോയി മറ്റു വ്യക്തികളെ ശരിയാക്കാന്നുള്ള ആ ടെൻഡൻസിയിൽ നമ്മൾ തന്നെ ബന്ധനത്തിലാകുന്നുണ്ട്. ദൈവാത്മാ വളരെ ഹൃദ്യമായിട്ട് ഓർപ്പിക്കുന്നു, ഈ ദിവസം ഇനി ബന്ധിക്കപ്പെടാതെ, ഈ ദിവസം ഇതിൽ നിന്നൊരു മോചനം, ഇതിൽ നിന്നൊരു വിടുതൽ ദൈവം കരം പിടിച്ച് പൊക്കിയെടുത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അതിനൊന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ദൈവാത്മാവിന് നമ്മളെ സഹായിക്കട്ടെ. കണ്ണുകളെ ഒന്ന് അടയ്ക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം.